Hi students, hope you are all doing well. Today we are going to discuss the famous poem, a song, Bang the Drum. It was the inaugural song in the Winter Olympics 2010 at Vancouver, British Columbia, Canada. It was written by Bryan Adams and Jim Vallance. It was sung by Bryan Adams and a famous singer, Nelly Furtado. The song was performed by popular Canadian singers Bryan Adams and Nelly Furtado in the opening ceremony of 2010 Winter Olympics at BC Place Stadium, Vancouver, British Columbia, Canada, as a tribute to the athletes presented there. ഇത് 2010 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ ഇനോഗ്രൽ ഫംഗ്ഷനിൽ പാടിയ ഒരു പാട്ടാണ്. അത് വളരെ പ്രശസ്തരായ കനേഡിയൻ സിംഗേഴ്സായ ബ്രയാൻ ആദംസും നെല്ലി ഫ്യൂട്ടാഡോയുമാണ് ഈ സോങ് പാടിയിട്ടുള്ളത്. 2010 വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് വാൻകൂവറിലാണ്, ബ്രിട്ടീഷ് കൊളംബിയയിലെ കാനഡയിൽ. അവിടെ കൂടിയ മുഴുവൻ അത്ലറ്റ്സിനും ഒരു പ്രചോദനം എന്നുള്ള നിലയിലാണ് ഈ സോങ് അവിടെ സങ് ചെയ്തത്. ദ ബോത്ത് ബിലോങ് ടു വാൻകൂവർ. ഈ സിംഗേഴ്സ് രണ്ടുപേരും വാൻകൂവറുകാരുമാണ്. Bryan Gay Adams is a world famous Canadian singer, lyricist, guitarist, record producer, philanthropist, animal rights activist, photographer. Bryan Gay Adams വളരെ പ്രശസ്തനായ സിംഗറും ലിറിസിസ്റ്റും ഗിറ്റാറിസ്റ്റും റെക്കോർഡ് പ്രൊഡ്യൂസറും ഫിലാന്ത്രോപ്പിസ്റ്റും ആനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റും ഫോട്ടോഗ്രാഫറും ഒക്കെയാണ്. ഹി വാസ് ബോൺ ഓൺ 5th November 1959 ടു ബ്രിട്ടീഷ് പാരൻസ് മൈഗ്രേറ്റഡ് ടു കനേഡിയയിലേക്ക് കുടിയേറി പാർത്ത ബ്രിട്ടീഷ് പാരൻസിൻ്റെ മകനായിട്ട് 1959 നവംബർ 5 ജനിച്ചു. ഹിസ് മോസ്റ്റ് പോപ്പുലർ ആൽബംസ് ഒരുപാടുണ്ട്. റെക്ലെസ് ഉൾപ്പെടെയുള്ള, വാക്കിംഗ് അപ്പ് ഇൻ ദ നൈബേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശസ്തമായ ആൽബംസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ പ്രശസ്തനാണ് നോൺ ഫോർ ഹിസ് സോഷ്യൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ്. അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ അതേപോലെ മനുഷ്യാവകാശപരമായ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം വളരെ പ്രശസ്തനാണ്. ഹി വാസ് അവാർഡഡ് ഗ്രാമി ഇൻ 1991, ഗോൾഡൻ ഗ്ലോബ് ഇൻ 2007 ആൻഡ് ജൂനോ ഇൻ 2008. Nelly Kim Furtado is a Canadian singer and songwriter born to Portuguese parents on December 2nd, 1978. പോർച്ചുഗീസ് പാരൻസിൻ്റെ മകളായി ജനിച്ചു ഡിസംബർ 2nd, 1978. കനേഡിയൻ സിംഗറും സോങ് റൈറ്ററുമാണ്. അവരുടെ ഫസ്റ്റ് ആൽബത്തിലൂടെ തന്നെ, വാ നെല്ലി എന്ന ഫസ്റ്റ് ആൽബത്തിലൂടെ തന്നെ ഇൻ്റർനാഷണൽ ഫേമസ് സിംഗറായി അവർ മാറുന്നുണ്ട്. ആൽബം പ്രൊഡ്യൂസ് ചെയ്തത് സിംഗർ ജെറാൾഡ് ഈറ്റൺ, അതേപോലെ തന്നെ മ്യൂസിഷ്യൻ ബ്രയാൻ വെസ്റ്റ്, ഇവരുടെ സഹായത്തോടു കൂടിയാണ്. അവർക്കും ഇതുപോലെ തന്നെ ഒരുപാട് പ്രശസ്തമായ ആൽബംസ് അവരുടേതായിട്ടുണ്ട്. ഷി വാസ് അവാർഡഡ് ബിൽബോർഡ്സ് ഇൻ 2001, ഗ്രാമി ഇൻ 2002 ആൻഡ് ജൂനോ ഇൻ 2007. ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയം തുടങ്ങാം. ബാങ് ദ ഡ്രം എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ പേര്. യു ആൻഡ് ഐ ടുഗദർ വി റീച്ച് ഫോർ ദ സ്കൈ. യു ആൻഡ് ഐ, നീയും ഞാനും. മലയാളത്തിലെ ഒരു രീതി ഞാനും നീയും എന്ന് പറയലാണ്. ഇംഗ്ലീഷിൻ്റെ ഒരു സിസ്റ്റം ആദ്യം മറ്റുള്ളവരെ പരിഗണിച്ചതിന് ശേഷം നമ്മളെ പരിഗണിക്കുക എന്നതാണ്. അപ്പോൾ യു ആൻഡ് ഐ ടുഗദർ വി റീച്ച് ഫോർ ദ സ്കൈ. നമ്മൾ ഒരുമിച്ച്, നിങ്ങളും ഞാനും. ടുഗദർ വി റീച്ച് ഫോർ ദ സ്കൈ, നമ്മൾ ഒരുമിച്ച് ആകാശത്തിലേക്ക് എത്തും. മീൻസ് നമ്മളുടെ ലക്ഷ്യം നേടും, നമ്മുടെ ആഗ്രഹങ്ങളെ, എയിമുകളെയൊക്കെയാണ് ഈ ആകാശം. നമ്മൾ പരമാവധി അറ്റൈൻ ചെയ്യും. ആകാശം നമ്മളുടെ പ്രതീക്ഷകളുടെ ആകാശം, ഏറ്റവും ഉയർന്ന
ലക്ഷ്യങ്ങളെയാണ് ഈ ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ U&I എന്ന് പറയുന്നിടത്ത് എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫീല് അവിടെ ചേർത്ത് നിർത്തുക എന്നൊരു ഫീല് നമുക്കവിടെ U&I എന്ന പ്രയോഗത്തിൽ തന്നെ കാണാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇവിടെ വിജയിക്കുന്നതിലല്ല കാര്യം. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്ലേയിങ് ദ ഗെയിം, ഇവിടെ ഗെയിമിൽ പങ്കെടുക്കുക എന്നതിലാണ് പ്രധാനം, ഫെയർ ഗെയിമിലൂടെ. അപ്പോൾ വിജയിക്കുക എന്നത് രണ്ടാമത്തെ ആണ്. ഫെയർ ഗെയിമിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ. മോഡേൺ ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി ഡി ക്യൂബർട്ടൈനും ഇതേ രൂപത്തിലാണ് ഒളിമ്പിക്സിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഒളിമ്പിക് ഗെയിംസ് ഈസ് നോട്ട് വിന്നിങ് ബട്ട് ടേക്കിംഗ് പാർട്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദ ഒളിമ്പിക് ഗെയിംസ്, ഒളിമ്പിക് ഗെയിമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈസ് നോട്ട് വിന്നിങ്, വിജയിക്കലല്ല, ബട്ട് ടേക്കിംഗ് പാർട്ട്, അതിൽ പങ്കെടുക്കുക എന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൊട്ടേഷനോട് ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വരികളാണ് ഈ വരികളും. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ്സ് അബൌട്ട് പ്ലേയിങ് ദ ഗെയിം. ഫ്രം ദ ഈസ്റ്റ്, ഫ്രം ദ വെസ്റ്റ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിൽ നിന്ന്, മീൻസ് കോമ്പീറ്റിംഗ് അത്ലറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇതിൽ പങ്കെടുക്കുന്ന പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നുമുള്ള ആളുകൾ. ഇപ്പോൾ രണ്ട് ദിശകളും ആയല്ലോ, അഷ്ടദിക്കുകളിൽ നിന്ന് വരുന്നവർ എന്നൊക്കെ മലയാളത്തിൽ പ്രയോഗിക്കുന്ന പോലെ എല്ലാ ദിശകളിൽ നിന്നും വരുന്ന ആളുകൾ. അപ്പോൾ ദേ ഹാവ് എൻ എയിം ടു വിൻ ഫോർ വിച്ച് ദേ ബേൺ ദ ഫ്ലെയിം ഓഫ് സ്പിരിറ്റ് ഓഫ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഗെയിംസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എത്തിയ ആളുകളെക്കുറിച്ച്. ഈച്ച് ഓഫ് അസ് ട്രൈയിങ് അവർ ബെസ്റ്റ്, ചേസിങ് എ ഡ്രീം, ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം. അപ്പോൾ നമ്മളെല്ലാവരും, നീയും ഞാനും, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും എത്തിയ നമ്മളൊരുമിച്ച്, നമ്മളെല്ലാവരും, ഈച്ച് ഓഫ് അസ് ട്രൈയിങ് അവർ ബെസ്റ്റ്, ചേസിങ് എ ഡ്രീം, നമ്മളെല്ലാവരും നമ്മളുടെ പരമാവധി ചെയ്യുന്നു. ചേസിങ് എ ഡ്രീം, ഒരു സ്വപ്നത്തെ നമ്മൾ പിന്തുടരുന്നു. ചേസിങ് മറികടക്കാനായി പിന്തുടരുകയാണ്, ചേസിങ് പിടിക്കാൻ വേണ്ടി. ആൻഡ് ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം, ബേണിംഗ് ടു ഫോളോ ദ ഫ്ലെയിം, നമ്മളിലെ ആ വിജയദാഹം ഉണ്ടല്ലോ, ആ ഫ്ലെയിമിനെ ഫോളോ ചെയ്തുകൊണ്ട്, ബേണിംഗ് അതിനെ കത്തിച്ചുകൊണ്ട്. ഓൾ ഓഫ് ദം ഹാവ് എൻ എയിം ടു വിൻ, എല്ലാവർക്കും വിജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മുഴുവൻ ആളുകളും എത്തിയിട്ടുള്ളത്. ഫോർ വിച്ച് ദേ ബേൺ ദ ഫ്ലെയിം ഓഫ് സ്പിരിറ്റ് ഓഫ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഗെയിംസ്. അതുകൊണ്ട് അവർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഗെയിംസ്, ഈ ഗെയിമിൽ പങ്കെടുക്കുക എന്നൊരു സ്പിരിറ്റിനെ അവർ ചെയ്ത്, അവർ ടേക്കിംഗ് പാർട്ട്, ആ ഫ്ലെയിമിനെ അവർ ബേൺ ചെയ്ത് ഗെയിമുകളിൽ പങ്കെടുക്കുന്നു. അതിൽ വഴി അവർക്ക് അവരുടെ വിജയദാഹത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയും. Bang the drum a little louder so the whole world can hear, the whole world can hear. അതുകൊണ്ട് ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ, ഒന്നുകൂടി ഉറക്കെ ഡ്രം അടിക്കുക. സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. അങ്ങനെ ആയാൽ ലോകത്തിന് മുഴുവൻ കേൾക്കാൻ കഴിയും. ഹോൾ വേൾഡ് ക്യാൻ ഹിയർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. Sing the song a little louder so the whole world can hear, the whole world can hear. നിങ്ങളുടെ പാട്ടുകളെ ഉറക്കെ പാടുക, ഉറക്കെ പാടുക. അങ്ങനെ ഉറക്കെ പാടിയാൽ ലോകത്തിന് മുഴുവൻ കേൾക്കാൻ കഴിയും. ഹോൾ ദ വേൾഡ് ക്യാൻ ഹിയർ. അപ്പോൾ നിങ്ങൾ ഈ ഡ്രം ബീറ്റ് ചെയ്യുന്നത് പെരുമ്പറ, മുഴക്കുക. ലൗഡർ ടു മേക്ക് ദ ഹോൾ വേൾഡ് ഹിയർ ദ ബിഗിനിങ്സ് ഓഫ് ദ ഗെയിം. ഗെയിമിൻ്റെ തുടക്കം ആ പെരുമ്പറ ഉറക്കെ അടിക്കുക. ബീറ്റ് ദ ഡ്രീം, ബാങ് ദ ഡ്രം. അപ്പോൾ ഈ ലോകം മുഴുവൻ കേൾക്കും. നിങ്ങളുടെ പാട്ട് ഉറക്കെ പാടുക. അപ്പോൾ നിങ്ങളുടെ ലോകം മുഴുവൻ എന്ത് ചെയ്യും? അതും കേൾക്കാൻ കഴിയും. ഈ ഗെയിമിൻ്റെ തുടക്കം ലോകം മുഴുവൻ അറിയട്ടെ, ഈ ഗെയിമിൻ്റെ ലക്ഷ്യവും ഇതുവഴിയുണ്ടാകുന്ന പ്രചോദനവും. ഫ്രം നിയർ, ഫ്രം ഫാർ, ഇറ്റ്സ് ക്ലിയർ വെറെവർ യു ആർ.
നിങ്ങൾ അടുത്തുനിന്ന് വരുന്നവരുണ്ടാവും, നിങ്ങൾ അകലെ നിന്ന് വരുന്നവരുണ്ടാവും. ഇറ്റ്സ് ക്ലിയർ വേർ എവർ യു ആർ, നോ മാറ്റർ ഫ്രം വേർ എവർ ദേ ആർ. അവരെവിടെ നിന്ന് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ ഏത് രാജ്യക്കാരായാലും, വലിയ രാജ്യങ്ങളായാലും ചെറിയ രാജ്യങ്ങളായാലും, നിങ്ങൾ ഗെയിമിൽ പങ്കെടുക്കാൻ വന്നവരാണെങ്കിൽ നിങ്ങൾ ദിസ് ഈസ് യുവർ മൊമെൻറ്റ്, യുവർ ടൈം ടു റൺ ലൈക്ക് ദ വിൻഡ്. ഇതാണ് നിങ്ങളുടെ സമയം, യുവർ മൊമെൻറ്റ്. ഇവിടെയാണ് നിനക്ക് തുടങ്ങേണ്ടത്. നീ വലിയ രാജ്യത്ത് നിന്ന് വന്നവനും ചെറിയ രാജ്യത്ത് നിന്ന് വന്നവനും അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് വന്നവനും ആഫ്രിക്കയിൽ നിന്ന് വന്നവനും ഏഷ്യയിൽ നിന്ന് വന്നവനും അങ്ങനെ ഉയർന്ന രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് വന്നവനും ഒന്നും ഇവിടെ വ്യത്യാസമില്ല. ദിസ് ഈസ് യുവർ മൊമെൻറ്റ് ഫ്രം വേർ യു ആർ, വെർ എവർ യു ആർ. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാവട്ടെ, ദിസ് ഈസ് യുവർ മൊമെൻറ്റ്, യുവർ ടൈം ടു റൺ ലൈക്ക് ദ വിൻഡ്. ഇതാണ് നിങ്ങളുടെ സമയം, ഇതാണ് നിങ്ങളുടെ സമയം ടു റൺ ലൈക്ക് ദ വിൻഡ്. നിങ്ങൾ റൺ ആസ് ഫാസ്റ്റ് ആസ് ദ വിൻഡ്. നിങ്ങൾ കാറ്റിനെ പോലെ വേഗതയിൽ കുതിക്കൂ. ഇത് നിങ്ങളുടെ സമയമാണ്, നിങ്ങളാണ് ഇതിൽ വിജയിക്കേണ്ടത്. നിങ്ങളിവിടെ പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എത്തിയവരാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളുടെ എയിം വിജയമാണ്. അതിനുവേണ്ടി നിങ്ങൾ കാറ്റിനെ പോലെ കുതിച്ചു പായുക. ഡ്രീം ബിഗ്, എയിം ഹൈ, ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ. നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണൂ. എയിം ഹൈ, നിങ്ങൾ വളരെ ഉയരത്തിൽ ലക്ഷ്യം വയ്ക്കൂ. ഈവൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ, നിങ്ങൾക്ക് പറക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. അങ്ങനെ നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. യു ക്യാൻ ബിലീവ് യു ക്യാൻ ഫ്ലൈ എന്ന് പോലും, ഈവൻ യു ക്യാൻ ഫ്ലൈ, നിങ്ങൾക്ക് പറക്കാൻ കഴിയുമെന്ന് പോലും നിങ്ങൾ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഗീവ് ഇറ്റ് യുവർ ഓൾ, ലെറ്റ് ദ ഗെയിംസ് ബിഗിൻ. ഗീവ് ഇറ്റ് യുവർ ഓൾ, നിങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കൂ. ഗീവ് ഇറ്റ് യുവർ ഓൾ, നിങ്ങളുടേത് മുഴുവൻ സമർപ്പിക്കൂ. ആൻഡ് ലെറ്റ് ദ ഗെയിം ബിഗിൻ. They must use all their strength and participate in the games. നിങ്ങൾ മുഴുവനായും സമർപ്പിക്കൂ. You must use all their strengths. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ സ്ട്രെങ്ത്തും ഇതിലേക്ക് സമർപ്പിക്കുക. And participate in the games. Let the game begins. Let the games begin. Bang the drum a little louder so the whole world can hear. The whole world can hear. ഇവിടെ റെഫ്രൈനാണ് കടന്നു വരുന്നത്. മീൻസ് റിപ്പീറ്റിംഗ് ദ സെയിം ലൈൻസ് ഇൻ എ പോയം. ഒരു പോയത്തിൽ ഒരു വരി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ്, വരികളോ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് റെഫ്രൈൻ എന്ന് പറയുന്നത്. ഈ വരി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ, ഒന്നുകൂടി ഉറക്കെ. ലൗഡർ ടു മേക്ക് ദ ഹോൾ വേൾഡ് ഹിയർ ദ ബിഗിനിങ്സ് ഓഫ് ദ ഗെയിംസ്. ലോകം മുഴുവൻ അറിയട്ടെ ഗെയിമിൻ്റെ തുടക്കമായി എന്ന്. നിങ്ങൾ ഉറക്കെ, ഒന്നുകൂടി ഉറക്കെ. ഡ്രം ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹൈയർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യാ. ദ ഹോൾ വേൾഡ് ക്യാൻ സീ യാ. അതേപോലെ തന്നെ ജമ്പ് അപ്പ് എ ലിറ്റിൽ ഹൈയർ, കുറച്ചുകൂടി ഉയരത്തിൽ ചാടൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ സോ ദ ഹോൾ വേൾഡ് ക്യാൻ സീ യാ. യാ മീൻസ് ഒരു ഇൻഫോർമൽ യൂസ് ഓഫ് യു ആണ്. അപ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ കാണട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ഉറക്കെ ചാടൂ. ദ ഹോൾ വേൾഡ് ക്യാൻ സീ യു. നിങ്ങൾ ഉയരത്തിൽ ചാടുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ കാണുന്നു, നിങ്ങളെ അറിയുന്നു. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ, ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആസ്ക് ദ സിംഗേഴ്സ് ടു സിംഗ് എ ലിറ്റിൽ ലൗഡർ ടു മേക്ക് ദം ഹേർഡ് ഫാർ ആൻഡ് വൈഡ് ഓഫ് ദ വേൾഡ്. അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി ഉറക്കെ നിങ്ങൾ എന്ത് ചെയ്യൂ, പാടൂ. അപ്പോൾ നിങ്ങളെ ലോകം മുഴുവൻ കേൾക്കും എന്നാണ്. ബാങ് ദ ഡ്രം എ ലിറ്റിൽ ലൗഡർ ഫോർ ദ ഹോൾ വേൾഡ് ടു ഹിയർ. ദ ഹോൾ വേൾഡ് ടു ഹിയർ. വീണ്ടും ഇവിടെ റെഫ്രൈൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വരികളാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സിംഗ് ദ സോങ് എ ലിറ്റിൽ ലൗഡർ സോ ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. ദ ഹോൾ വേൾഡ് ക്യാൻ ഹിയർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉറക്കെ പാടൂ, നിങ്ങൾ ഉറക്കെ ഡ്രം ബീറ്റ് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. ഇവിടെ അലിട്രേഷനും റെഫ്രൈനുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പീറ്റിംഗ് ദ ലൈൻസ് മേക്ക് റിതമിക്. അപ്പോൾ ഇതിൽ അലിട്രേഷൻ കടന്നു വരുന്നുണ്ട്. അതൊരു പോയറ്റിക് ഡിവൈസാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
റെഫ്രെയിനും കടന്നു വരുന്നത്. ഈ രണ്ടും അലിട്രേഷനും റെഫ്രെയിനും നമുക്കിത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. അലിട്രേഷൻ നമുക്കിത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. റെഫ്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, റിപ്പീറ്റിംഗ് ദ സെയിം ലൈൻസ്. അപ്പോൾ ഇത് രണ്ടും ഈ പോയത്തിനെ ഒരു റിതമിക് പോയമാക്കി മാറ്റുന്നു. ഈ പോയത്തിന് ഒരു റൈം സ്കീം ഒന്നുമില്ല, ഒരു കൃത്യമായൊന്നുമല്ല ഈ പോയം എഴുതിയിട്ടുള്ളത്. ഇതൊരു റോക്ക് മ്യൂസിക് രീതിയിലാണ് ഈ പോയം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പോയത്തിന് ഒരു അക്കോസ്റ്റിക് ബ്യൂട്ടി, അതേപോലെ തന്നെ ഒരു റിതമിക് ബ്യൂട്ടി, അക്കോസ്റ്റിക് മീൻസ് ഓഡിറ്ററി ബ്യൂട്ടി നൽകുന്നത് ഇതിലുള്ള ഈ അലിട്രേഷനും റെഫ്രെയിനുമാണ്. അപ്പോൾ ഈ പോയം എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രം സൗണ്ട്, അതിൻ്റെ ഒരു റിതം ഈ പോയത്തിനും ഉണ്ട് താനും. ഇറ്റ് എലവേറ്റ്സ് ദ സ്പിരിറ്റ് ആൻഡ് സ്പോർട്സ്മാൻഷിപ്പ് ഓഫ് ദ കൺട്രീസ് ആൻഡ് അത്ലറ്റ്സ്. ഈ പോയം എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്കും അത്ലറ്റ്സിനും അവരുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ എലവേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇനി ദ സോങ് ഈസ് കമ്പോസ്ഡ് ഇൻ എ വേ ടു പെർഫോം ആസ് എ റോക്ക്. ഈ പോയം ഒരു റോക്ക് മ്യൂസിക് രീതിയിലാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആ രൂപത്തിലാണ് അങ്ങനെ പെർഫോം ചെയ്യാനാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. റിട്ടൺ ദ ഫ്രീ വേഴ്സ് സ്റ്റൈൽ, നേരത്തെ നമ്മൾ പറഞ്ഞു വേഴ്സുകളില്ല, വൃത്തത്തിലല്ല, അങ്ങനെ എഴുതിയിട്ടില്ല. വിത്തൗട്ട് ഹാവിങ് കൺസിസ്റ്റൻസി ഇൻ മെട്രിക്കൽ പാറ്റേൺ ആൻഡ് റൈം സ്കീം. റൈം സ്കീം ഒന്നും കാണുന്നില്ല ഇതിൽ. വളരെ ചുരുങ്ങിയ ചില റൈം സ്കീമുകൾ, ചില റൈം സ്കീം എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ ചില റൈമിംഗ് വേർഡ്സ് ചിലയിടത്തൊക്കെ കാണാം. എന്നാൽ ഇതിൽ അലിട്രേഷനും കോൺസനൻസും ഇതിനൊരു റിതം നൽകുന്നുണ്ട്, ഇൻ ഓർഡർ ടു ഇൻറ്റൻസിഫൈ ദ തീം ഓഫ് ദി സോങ്. ഇനി പോയത്തിൻ്റെ തീമിനെ ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫ്രെയിനും, പോയത്തിൽ മുഴുവനായിട്ടും ഈ റെഫ്രെയിൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതി അത് ഉപയോഗിച്ചിട്ടുണ്ട്. അലിട്രേഷൻ എന്ന് പറയുന്നത് ഒരു വരിയിലെ തന്നെ വാക്കുകളിൽ ആദ്യത്തെ കോൺസണൻറ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയാം. പോയത്തിൽ പ്രാസം എന്നൊക്കെ പറയുന്നത് പോലെ ആദ്യത്തെ ഒരു പോയത്തിലെ ഒരു വരിയിലെ വാക്കുകളിലെ ആദ്യത്തെ അക്ഷരങ്ങൾ, ആദ്യത്തെ കോൺസണൻറ്റ് സൗണ്ടുകൾ റിപ്പീറ്റ് ചെയ്ത് വരിക. ഫോളോ ദ ഫ്ലെയിം, ലിറ്റിൽ ലൗഡർ, സിങ് ദ സോങ്, ഫ്രം നിയർ, ഫ്രം ഫാർ, ഒക്കെ അങ്ങനെയാണ്. കോൺസണൻസ് ഈസ് എ റെപ്പിറ്റേഷൻ ഓഫ് കോൺസണൻറ്റ് സൗണ്ട്സ് അറ്റ് ദ മിഡിൽ ഓർ ദ എൻഡ് ഓഫ് ദി വേർഡ്സ് ഇൻ ദ ലൈൻ. ഇനി അലിട്രേഷൻ ആദ്യത്തെ സൗണ്ടുകളായിരുന്നെങ്കിൽ കോൺസണൻസ് മിഡിൽ ഓർ എൻഡ്, മിഡിലിലോ എൻഡിലോ വരുന്ന കോൺസണൻറ്റ് ലെറ്റേഴ്സിൻ്റെ റിപ്പീറ്റേഷനാണ്. ഹോൾ വേൾഡ് ഒരേപോലെ തന്നെയാണല്ലോ ല് സൗണ്ട് വരുന്നത്, അതേപോലെ തന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട്, ഓക്കെ. അങ്ങനെ ഇനി റെഫ്രെയിൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. റിപ്പീറ്റഡ് ഇൻ്റർവെൽസ് ത്രൂ ഔട്ട് ദ പോയം, ലൈൻസ് ആൻഡ് ഫ്രേസസ് റിപ്പീറ്റഡ് അറ്റ് ദ ഇൻ്റർവെൽസ് ത്രൂ ഔട്ട് ദ പോയം വന്നിട്ടുണ്ട്. ഇനി ബാങ്ക് ദ ഡ്രം ലിറ്റിൽ ലൗഡർ so the whole world can hear, sing the song little louder so the whole world can hear. ഇനി പോയത്തിൽ ഒരു പോയറ്റിക് ഡിവൈസായ സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്. സിമിലി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉപമ എന്നൊക്കെ പറയുന്ന പോയറ്റിക് അലങ്കാരമാണ്. കമ്പാരിസൺ യൂസിങ് ലൈക്ക് ആൻഡ് ആസ്, അതുപോലെ എന്ന് പറയുന്നതാണ്. റൺ ലൈക്ക് ദ വിൻഡ്, കാറ്റിനെ പോലെ പറക്കുക എന്ന് ഓടുക അല്ലെങ്കിൽ കുതിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെയും. ഇനി ഈ പോയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതിൻ്റെ ടെക്സ്റ്റുവൽ വർക്കുകളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പോയം നന്നായി വായിക്കുക, ബുദ്ധിമുട്ടുള്ള വേർഡുകൾ എഴുതി വെക്കുക, അതിൻ്റെ മീനിങ് എഴുതിയെടുക്കുക. ഓക്കെ, നന്നായിട്ട് പോയം ഒരു 4-5 തവണ നന്നായി വായിച്ച് മുഴുവൻ വേർഡുകളും മനസ്സിലാക്കുക. വേർഡ് ബൈ വേർഡ് പോയം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പരീക്ഷയ്ക്ക് പോയം വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ്. പോയത്തിന് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പോയം തന്ന് അതിൻ്റെ താഴെ എഴുതുന്ന ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. അപ്പോൾ വേർഡ് ബൈ വേർഡ് പോയത്തിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ആശയം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ ഉത്തരമൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കുകയും എഴുതുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.